പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വിളവെടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ സാലഡ് കുക്കുംബർ എന്തായെന്ന് നോക്കട്ടെ. അടുത്തതായിട്ട് കത്തിരിക്കയാണ്, അത് കുറച്ചുണ്ട്. അടുത്തത് എൻ്റെ ഒരു മാലാക വഴുതനയാണ്. അതിലും കുറച്ച് കാച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചെറിയ കായാണ്, പക്ഷെ നല്ല ടേസ്റ്റാണത്. വെണ്ടയ്ക്ക ദിവസങ്ങളിൽ പറിച്ച്, അതാണ് കുറവായി പോയത്. ഇതിലും കിട്ടുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി ഇത്രയൊക്കെ കിട്ടണ പോരെ. നമ്മുടെ വീട്ടുവളത്തിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടുന്നത് തന്നെ ഒരു അതിശയമാണ്. ഇത് രണ്ട് വെള്ളരിക്ക കിടപ്പുണ്ട്, അത് കാണിച്ചു തരാം. ഉണ്ടോ, ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. അടുത്ത കുറച്ച് പയർ കൂടെ പറ്റും. അങ്ങനെ നെയ്ത്തൊക്കെ വച്ചിട്ടുണ്ട്. തത്ത കൊണ്ടുപോകാതെ ഞാൻ സംരക്ഷിച്ച് വച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല. പടവലം ഞാൻ നല്ല വിത്തെന്ന് വെച്ച് വാങ്ങി നട്ടതാണ്, പക്ഷെ അത് അത്രത്തോളം വന്നില്ല, ചെറുതായിപ്പോയി. എന്ത് കാര്യമുണ്ട്. എങ്കിലും രണ്ടെണ്ണം വീണ്. വീണ്ടും ഇവിടെ ചെറുതെല്ലാം വരുന്നുണ്ട്. ഞാൻ പൊതിഞ്ഞ് ഇട്ടേക്കുന്നുണ്ട്. ചെറുതായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര വലിപ്പം എത്തിയില്ല. അത് വിത്തിൻ്റെ കുഴപ്പമായിരിക്കാനാണ് സാധ്യത. അടുത്ത് വേറൊരു സാധനം ഇവിടെ കിടപ്പുണ്ട്, അത് കാണിച്ചില്ല. അത് നല്ല സൂപ്പറാണ്. കണ്ടാ, കൊള്ളാം അല്ലേ? ഇതേപോലെ നിങ്ങൾക്കും കൃഷി ചെയ്യണ്ടേ?
മനസ്സ് വെച്ചാൽ ഇതുപോലെ എല്ലാം കൃഷി ചെയ്തെടുക്കാം. നമ്മൾ വിളയിച്ചെടുക്കണതാകുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. ഇവിടെ എല്ലാം ഞാൻ പൊതിഞ്ഞിട്ടേക്കാണ്, കുറേ കാച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പൊതിയെടുത്താൽ പിന്നെ എനിക്ക് ജോലിയാണ്. അത് അത്രയും വിളവെടുക്കാറായില്ല. ഇവിടെ എവിടെയോ ഒരെണ്ണം ഒഴിച്ചു കിടപ്പുണ്ട്, പൊതിയാൻ പറ്റാതെ കേടാ. നമുക്കൊന്ന് എടുത്തെടുക്കാം. ഇതും വിളവെടുക്കാറായി. ഇതൊക്കെ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. ഇത് കിടക്കട്ടെ, 2 ദിവസം കഴിഞ്ഞെടുക്കാം. അത്രയ്ക്ക് ആയി. ഇത്രയൊരു ആവശ്യമേ നമുക്ക് ഉള്ളുന്നു. ഒരെണ്ണം കൂടെ ഇവിടെ ഒളിച്ച് കിടപ്പുണ്ട്, അതും നമുക്ക് വിളവെടുക്കാം. അയ്യോ, അതിൽ കൊതു കുത്തിപ്പോയാൽ ഞാൻ പൊതിഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ പൊതിയണതിന് മുന്നേ കൊതു കുത്തി കാണും, അതാണ് അങ്ങനെ സംഭവിച്ചത്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. വിഷമില്ലാത്ത സാധനമല്ലേ. കാച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം പൊതിയിട്ട് വെച്ചേക്കാണ്. അത് ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാലേ ഇത് എടുക്കാറാവുള്ളൂ. എന്തായാലും ഇന്നത്തേക്കല്ല, എനിക്ക് ഇത്രയും ആവശ്യമില്ല. ഞാൻ സ്ലെറി ഒഴിക്കണ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അത് ഒഴിച്ചതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ചീര വരുന്നത്. പറഞ്ഞിട്ടില്ലേ ഇത്രയൊക്കെ വളർന്നു. അപ്പം ഇന്നത്തേക്ക് ഒരു തോരത്തിന് വേണ്ടി ഇന്ന് അത് കട്ട് ചെയ്യാൻ പോകുന്നു. ഇന്നത്തേക്ക് എനിക്ക് ഇത്രയും മതി, ഒരു തോരത്തിനാണ്. ഇന്നത്തേക്ക് ഇത്രയും മതി, നല്ല ഫ്രഷ് ചീരയല്ലേ. നമുക്ക് ഇത്രയും ഒരാവശ്യമുള്ളൂ ഒരു തോരത്തിന്. എൻ്റെ 1 മുറം പച്ചക്കറി. കാണാൻ 1 മുറം പച്ചക്കറി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.